ഇപ്പോ അമ്മ നിങ്ങൾ LKG ഇരുത്തി പോയി, പെയിൻഫുൾ, അതല്ലേ നിങ്ങൾ ഓർക്കുന്നത്? വേദനകൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം നമ്മൾ മറക്കേ ഇല്ല. അതിനു മുന്നേ നമുക്ക് വരാൻ, അതായത് നമുക്ക് വേണ്ടപ്പെട്ടവരാരോ ക്രമിക്കപ്പെടുന്നു, അതായത് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പുറത്തു നിന്ന് ആരോ അറ്റാക്ക്, അതല്ലേ നമുക്ക് ഉണ്ടാവുന്ന അന്നത്തെ ഭയം. പുറത്ത് കാണിച്ചിട്ട് അതാ അയാൾ വരും, ഇയാൾ വരും, ബുബു വരും, ബിബി വരും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഭക്ഷണം കൊടുത്തിരുന്നു. വേഗം കഴിച്ചോ, ചന്ദ്രനെ പിടിച്ചുതരാം, അത് പിടിച്ചുതരാം. പിന്നെ നമ്മൾ പേടിപ്പിച്ചിട്ടാണ് പലതും ചെയ്തത്. ആ പേടിയിലൂടെ ഉണ്ടാവുന്ന ഒരു വിഷമം അല്ലേ, അതാണ് എനിക്ക് ആദ്യം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളതൊക്കെ പെയിൻഫുൾ. ആദ്യമായിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് അടി കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീട്ടില് അച്ഛനമ്മയും പോകുന്ന സമയത്ത്, പിന്നെ വൈകുന്നേരം വരെ കരഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. ഇവര് വരുമോ വരില്ല ഒന്നും അറിയില്ലല്ലോ. സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? വേദനകള് ഇങ്ങനെ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? വേദനകൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം നമ്മൾ മറക്കേ ഇല്ല. അത് മറക്കുന്ന സാധനം മാത്രമല്ലേ ഓർത്തിരിക്കണ്ടോ. അതാ ഞാൻ പറഞ്ഞ, പെയിൻ ആണ് നമ്മളെ വളർത്തുന്ന ഒരു സാധനം. അതാണ് കുറെ കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ആളുകൾ തന്ന സന്തോഷം ഒന്നും ഉണ്ടാവില്ല. എന്താണ് എന്റെ ഹാപ്പിനെസ് എന്നല്ല ചോദിച്ചാൽ, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻഫുൾ സാധനങ്ങൾ ഉണ്ടാവുകയും അത് കാലക്രമേണ ആ പെയിൻഫുൾ സാധനം നമുക്ക് ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഒരു മൂമെന്റ് ആയിരിക്കും സന്തോഷം, അല്ലേ? ഇപ്പോ അമ്മ നിങ്ങൾ LKG ഇരുത്തി പോയി, പെയിൻഫുൾ, അതല്ലേ നിങ്ങൾ ഓർക്കുന്നത്? അത് എന്റെ അമ്മ തിരിച്ചു വരുമ്പോ എന്താ സംഭവിക്കുന്നത്? അതാണ് സന്തോഷം. ശരിക്കും ഇരുട്ടും വെളിച്ചവും പോലെ അല്ലേ? ഇരുട്ടും വെളിച്ചവും പോലെ, അതെ. വെളിച്ചം സ്ഥിരമായിട്ട് അവിടെ ഉണ്ട് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സണ്ണിൽ നിന്നാണല്ലോ വെളിച്ചം ഉണ്ടാവുന്നത്. അത് എപ്പോഴും അവിടെ ഉണ്ടല്ലോ. സണ്ണ് രാത്രിയാകുമ്പോ വീട്ടിൽ പോകുന്നില്ലല്ലോ, കട അടച്ചിട്ട്. സൺ സ്റ്റിൽ ഈസ് ദർ. നമ്മൾക്ക് ഷെയ്ഡ് ഉണ്ടാവുന്നു, ഇവിടെ ഇരുട്ടുണ്ടാവുന്നല്ലേ ഉള്ളൂ. ബട്ട് സൺ ഈസ് സ്റ്റിൽ ദർ. സോ ആ രാത്രിയും പകലും എന്നാണ് നമ്മൾ അതിനെ പറയണത്. ശരിക്കും അപ്പൊ രാത്രി ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ഡേ ഉണ്ടോ? അതും ഇല്ലല്ലോ. വെളിച്ചം അവിടെ എപ്പോഴും ഉണ്ട്. നമ്മൾ കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ലൈറ്റ് വരുന്നു, അതുപോലെയല്ലേ ഇരുട്ടും വരുന്നു, സങ്കടവും. ഇത് രണ്ടും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വേണം നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോകുക. അതാണ് പീസ് എന്ന് പറയില്ലേ. പീസ് എന്ന് പറയുന്നത് ഒരിക്കലും സന്തോഷമല്ല, പെയിനും അല്ല, സമാധാനം. ഈ സമാധാനത്തിൽ നിന്നാണ് സന്തോഷവും സങ്കടവും ഉണ്ടാവുന്നത്. സമാധാനം സ്പ്ലിറ്റ് 0 പോയിന്റ് അല്ലേ? സമാധാനം സ്പ്ലിറ്റ് ആവുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നു, അതേപോലെ തന്നെ സങ്കടവും ഉണ്ടാവുന്നു. ഇനി നമുക്ക് ഇത് രണ്ടും ഇല്ലാതെ ആവുന്ന സമയത്ത് എന്തുണ്ടാവും? നമുക്ക് അല്ലേ ഒന്നും തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥ തോന്നാറില്ല ചില സമയത്ത്. സന്തോഷമില്ലല്ലോ എന്നാ ഒന്നുമില്ലല്ലോ. അതായിരിക്കും നമ്മുടെ ഏറ്റവും സമാധാനപരമായിട്ടുള്ള പക്ഷെ ആ സിറ്റുവേഷനിൽ ഇരിക്കാൻ ആർക്കും, ആ സ്റ്റേജിൽ ഇരിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല. കാരണം എന്തെങ്കിലും സംഭവിക്കണല്ലോ. അപ്പൊ പറയാം ഫ്രണ്ട്ഷിപ്പ് ഡേ, ഓക്കെ, ഒരു മെസ്സേജ് അയച്ചേക്കാം. സുഹൃത്തുക്കൾ, എനിക്ക് സ്കൂളിൽ പഠിച്ച് ചെറുപ്പം മുതലേ ഉള്ള കുറെ സുഹൃത്തുക്കളുണ്ട്. അതായത് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ. അത് ഞാൻ 18 വയസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ കൂടുതൽ സുഹൃത്തുക്കളും ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടവരാണ്. അതും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട്. ആഷിഖ്, സുഗീത്, ഷംജു, അതൊക്കെയാണ് എൻ്റെ മെയിൻ സുഹൃത്തുക്കൾ.